ഈ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. അതെ അതെ 2005-ൽ വലിയ പ്രതീക്ഷകളോടെ വന്ന നിയമം. അതെ, സർക്കാർ കാര്യങ്ങൾ അറിയാൻ നമുക്ക് എല്ലാവർക്കും അവകാശം തന്നു, അല്ലേ? പക്ഷേ ഇന്നിപ്പോ ഏകദേശം 2 പതിറ്റാണ്ടാവുമ്പോ ഈ നിയമം ശരിക്കും ലക്ഷ്യം കാണുന്നുണ്ടോ? കയ്യിലുള്ള റിപ്പോർട്ട് പറയുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. അതെ അതെ എന്തുകൊണ്ടാണ് ഈ സുതാര്യതയുടെ താക്കോല് വേണ്ടത്ര പ്രവർത്തിക്കാത്തത്? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ശരിയാണ്. ലക്ഷ്യം വളരെ വലുതായിരുന്നു. പൗരന്മാരെ വിവരങ്ങൾ കൊണ്ട് ശക്തരാക്കുക, പിന്നെ ഉദ്യോഗസ്ഥർക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുക, അഴിമതി കുറയ്ക്കുക. ആദ്യത്തെ 10 കൊല്ലം കൊണ്ട് തന്നെ ഏകദേശം 1.75 കോടി അപേക്ഷകളാണ് ഈ നിയമപ്രകാരം പോയതെന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഓഹോ, അത്രയധികം. അതെ, ആളുകൾ ഇതിനെ എത്രത്തോളം ആശ്രയിച്ചെന്ന്. പക്ഷെ അന്നത്തെ ആ ഒരു ആവേശം എന്താ പറയാ, ഇന്ന് കാണാനില്ല. അതെന്തുകൊണ്ടാണ്? എവിടെയാണ് കാര്യങ്ങൾ പിഴച്ചത്? റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്രധാന പ്രശ്നം ഈ സിസ്റ്റത്തിനകത്തു നിന്നു തന്നെയുള്ള ഒരുതരം എതിർപ്പാണ്. വിവരങ്ങൾ കൊടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് പൊതുവേ ഒരു മടി. അതെ, ഒരു എന്തിനാ വെറുതെ പുലിവാല് പഠിക്കുന്നത് എന്നൊരു ചിന്ത. വർഷങ്ങളായി തുടർന്നു പോരുന്ന ഒരു രഹസ്യം സൂക്ഷിക്കൽ ശീലം മാറാൻ സമയമെടുക്കും. ശരി. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നോക്കൂ. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുപോലും അവർ ഈ നിയമത്തിന്റെ പരിധിയിൽ വരാൻ തയ്യാറായിട്ടില്ല. ഓഹോ, അപ്പൊ കമ്മീഷൻ പറഞ്ഞിട്ടുപോലും? അതെ, പറഞ്ഞിട്ടുപോലും. അപ്പോ ഇത് വെറുമൊരു മടി മാത്രമല്ല, നിയമത്തെ തന്നെ മറികടക്കാനുള്ള ശ്രമങ്ങളുമുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ശരിക്കും നിയമത്തിലെ പഴുതുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും നന്നായി ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെക്ഷൻ 8, അതായത് വിവരങ്ങൾ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. അതെങ്ങനെയാണ് ബാധിച്ചത്? അതായത് പൊതു താൽപര്യമുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായ വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു വകുപ്പുണ്ടായിരുന്നു പണ്ട്. അതേതാണ്ട് ഇല്ലാതായി. ഓഹോ. അപ്പോ സ്വകാര്യതയുടെ പേരിൽ കൂടുതൽ വിവരങ്ങൾ തടഞ്ഞുവെക്കാൻ കുറച്ചുകൂടി എളുപ്പമായി, അല്ലേ? അത് എന്റെ കണക്കുകൾ വല്ലതും? ഈ പ്രൈവസി കാരണം അപേക്ഷ തള്ളുന്നത് കൂടുന്നുണ്ടോ? കൂടുന്നുണ്ട്, ശരിക്കും കൂടുന്നുണ്ട്. 2020-21 ഏകദേശം 12,500 അപേക്ഷകളാണ് ഈ കാരണം പറഞ്ഞ് തള്ളിയതെങ്കിൽ 2022-23 ആയപ്പോഴേക്കും അത് 16,000 കടന്നു. 16,000-ഓ? അതെ. അതുകൊണ്ടാണ് ചിലരൊക്കെ തമാശയായി പറയുന്നുണ്ട്, ഇത് വിവരാവകാശ നിയമം എന്നതിനേക്കാൾ വിവരം നിഷേധിക്കാനുള്ള അവകാശമായി മാറുകയാണോ എന്ന്. ഇത് കൂടാതെ ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുമുണ്ടല്ലോ, അല്ലേ? ഓഫീസുകളിലെ സൗകര്യങ്ങൾ, ഫയൽ സൂക്ഷിക്കുന്ന രീതി. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഫയൽ കാണാനില്ല എന്ന് മറുപടി. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പലയിടത്തും ഇപ്പോഴും പഴയ കടലാസ് ഫയലുകളാണ്. ആവശ്യത്തിനു ജീവനക്കാരില്ല. ശരി. ഇനി ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് വന്നാലോ? രാജ്യത്തെ 29 വിവരാവകാശ കമ്മീഷനുകളിൽ വെറും 5 മാത്രമാണ് ഓൺലൈനായി അപേക്ഷ കൊടുക്കാനും ഫോളോ അപ്പ് ചെയ്യാനുമുള്ള സൗകര്യം പൂർണ്ണമായിട്ടുള്ളത്. വെറും 5? ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോഴും ഇതാണ് അവസ്ഥ, അല്ലേ? അതെ, കഷ്ടം തന്നെ. അപ്പോ ഈ നിയമം നടപ്പാക്കാൻ മേൽനോട്ടം വഹിക്കേണ്ട കമ്മീഷണറുകളുടെ അവസ്ഥ എന്താണ്? അവിടെയെങ്കിലും കാര്യങ്ങൾ കാര്യക്ഷമമാണോ? അതാണ് ഏറ്റവും വലിയ തമാശ, അല്ലെങ്കിൽ ദുരന്തെന്ന് പറയണോ. കമ്മീഷണറുകൾ തന്നെ പ്രതിസന്ധിയിലാണ്. ഓഹോ. 2024 ഒക്ടോബറിലെ കണക്ക് വെച്ച് രാജ്യത്താകെ 4 ലക്ഷത്തിൽ പരം കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. 4 ലക്ഷമോ? അതെ. കമ്മീഷണർമാരുടെ പോസ്റ്റുകൾ ഒരുപാട് ഒഴിഞ്ഞുകിടക്കുന്നു. 2022 തന്നെ 165 പോസ്റ്റിൽ 42 എണ്ണം ആളില്ലാത്തതായിരുന്നു. അയ്യോ. പശ്ചിമ ബംഗാളിലെ കാര്യം കേട്ടാൽ ഞെട്ടും. അവിടെ ഒരു അപ്പീൽ തീർപ്പാവാൻ ശരാശരി 24 വർഷമെടുക്കുമത്രേ. എന്തായി പറയുന്നത്? 24 വർഷമോ? അവിശ്വസനീയം. അതെ, ഓർത്തു നോക്കൂ, 24 വർഷം. അപ്പോ പിന്നെ അപ്പീല് പോകുന്നതിൽ എന്താണ് അർത്ഥം? ശരിയാണ്. അപ്പോ നിയമം ലംഘിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് പിഴ ചുമത്താറുണ്ടോ? വല്ലപ്പോഴും. നിയമത്തിൽ അതിനും വകുപ്പുണ്ട്. പക്ഷേ വളരെ വിരളമായേ അത് ഉപയോഗിക്കാറുള്ളൂ. പിഴ ചുമത്താൻ യോഗ്യമായ കേസുകളിൽ പോലും 5% താഴെ മാത്രമാണ് നടപടിയെടുക്കുന്നത്. വെറും 5%? അതെ. ഫലത്തിൽ പേരിനൊരു നിയമമെന്നല്ലാതെ ഉദ്യോഗസ്ഥർക്ക് പേടിക്കാൻ വലുതായി ഒന്നുമില്ല. ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന വേറൊരു കാര്യം റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. ഈ നിയമം ഉപയോഗിക്കുന്ന സാധാരണക്കാർക്കും ആക്ടിവിസ്റ്റുകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ. ശരിയാണ്. അതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. ഈ നിയമം ഉപയോഗിച്ച് അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതിന് 300-ലധികം ആക്രമണങ്ങൾ, 50-ലധികം കൊലപാതകങ്ങൾ. 50-ലധികമോ? അതെ. ഗുജറാത്തിലെ അമിത് ജെറ്റ്വേയെ ഓർമ്മയില്ലേ?
ഗിർ വനത്തിലെ അനധികൃത ഖനനം അത് പുറത്തു കൊണ്ടുവന്നതിന് കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്രയിലെ സന്ദീപ് കോത്താരി മണൽ മാഫിയയെക്കുറിച്ച് എഴുതിയതിനും ഇതേ ഗതി വന്നു. കഷ്ടം തന്നെ. ഇവരെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന വിസിൽ ബ്ലോവർ നിയമം പോലും ഇപ്പോഴും ശരിക്കും കടലാസിലാണ്. ഇത് കേൾക്കുമ്പോ ആളുകൾക്ക് വിവരം ചോദിക്കാൻ തന്നെ ഒരു പേടിയാവില്ലേ? തീർച്ചയായും. അതിനെയാണ് ചില്ലിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതെ. അതായത് ഒരു ഭീതിജനകമായ സാഹചര്യം. വിവരം ചോദിച്ചാൽ തന്റെ ജീവൻ ആപത്തുണ്ടായേക്കാം എന്ന് വന്നാൽ പിന്നെ ആര് മുന്നോട്ട് വരും? ശരിയാണ്. സുതാര്യതയ്ക്കു വേണ്ടി നിലകൊള്ളുന്നവർക്കൊരു സംരക്ഷയുമില്ലെങ്കിൽ പിന്നെ ഈ നിയമം കൊണ്ട് എന്തു പ്രയോജനം? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, സുതാര്യത ഉറപ്പാക്കാൻ കൊണ്ടുവന്നൊരു നിയമം, ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം കാരണം, പിന്നെ നിയമത്തിലെ പഴുതുകൾ, സൗകര്യങ്ങളുടെ കുറവ്, മേൽനോട്ടത്തിലെ വീഴ്ചകൾ, ഒടുവിൽ ഇത് ഉപയോഗിക്കുന്നവർ നേരിടുന്ന അപകടങ്ങൾ, ഇതെല്ലാം കാരണം ശരിക്കും ദുർബലമാവുകയാണ്, അല്ലേ? അതെ, അതാണ് സത്യം. നിയമത്തിന്റെ ലക്ഷ്യവും പിന്നെ അതിന്റെ നടപ്പാക്കലും യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരകൽച്ചയുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ചേർന്ന് നിയമത്തിന്റെ മുനയൊടിക്കുന്നു. സുതാര്യത എന്നത് വെറുമൊരു വാക്കായി മാറുന്ന ഒരവസ്ഥ. ഇത് കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം: നമ്മുടെ എല്ലാം നികുതി പണം എവിടെ പോകുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള നമ്മുടെ അവകാശമാണ് വിവരാവകാശ നിയമം. ആ സംവിധാനം തന്നെ കാര്യക്ഷമമല്ലാതാവുകയും അതുപയോഗിക്കാൻ പോലും പേടിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അതെന്താണ് പറയുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ.